ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കേഡിക്സ്. എടാ മക്കളെ, കഴിഞ്ഞ വർഷത്തെ കീം എക്സാമിന് 2025 ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ കീം എക്സാം എന്ന് പറയുന്നത് അത്രമാത്രം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം അല്ല. കഴിഞ്ഞ 2 വർഷങ്ങളിലും വളരെ സിമ്പിൾ ആയിട്ടാണ് ഓൺലൈൻ മോഡായിട്ട് കണ്ടക്ട് ചെയ്തതിനു ശേഷം പരീക്ഷകൾ നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. സോ നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കിയത് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ടുവേർഡ്സ് SN2 ഡിസ്പ്ലേസ്മെന്റ്. എന്താ SN2ന്റെ റിയാക്ടിവിറ്റി ഓർഡർ? എന്താ നമ്മൾ പഠിച്ച SN2ന്റെ റിയാക്ടിവിറ്റി ഓർഡർ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി എന്നാണ്. സോ അങ്ങനെയാണ് നമുക്കിവിടെ തന്നത് 2-bromo 2-methyl butane. അതായത് 2-bromo 2-methyl butane എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാർബണിന്റെ മുകളിൽ Br ഉണ്ട്, അതേ കാർബണിന്റെ മുകളിൽ തന്നെ മീഥൈലും ഉണ്ട്. 2-bromo 2-methyl butane. അതിന്റെ കാർബൺ സ്കെലിറ്റൺ ആണ് വരച്ചത്. ഇവിടെ ബ്രോമിൻ അറ്റാച്ച് ചെയ്ത കാർബൺ, അത് ഈ കാർബൺ ആണല്ലോ. That carbon is bonded to 3 other carbon. അതുകൊണ്ട് ആ കാർബൺ നമ്മൾ ടെറിഷറി കാർബൺ എന്നാ പറയാ. ഈ ഹാലൈഡിനെ ടെറിഷറി ഹാലൈഡ് എന്ന് വിളിക്കാം. അപ്പൊ ഒന്നാമത് വന്നത് ടെറിഷറി ഹാലൈഡാണ്. നെക്സ്റ്റ് 1-bromo pentane. 1-bromo pentane എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഉള്ള ചെയിൻ ആണ്. ശരി, 5 ഒരു കാർബണിന്റെ മുകളിൽ ഒന്നാമത്തെ കാർബണിന്റെ മുകളിൽ Br ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി, കാർബൺ അറ്റാച്ച് ചെയ്ത ബ്രോമിൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ്. ആ കാർബൺ ഡയറക്റ്റ് ഒരു കാർബണിലേക്ക് ബോണ്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതൊരു പ്രൈമറി കാർബൺ ആണ്. ആൻഡ് ദ ഹാലൈഡ് ഒബ്റ്റെയിൻഡ് ഇസ് പ്രൈമറി ഹാലൈഡ്. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്തത് 2-bromo pentane ആണ്. 2-bromo pentane എന്ന് പറയുമ്പോഴും ഇതേപോലെ 5 കാർബൺ ഉള്ള ചെയിൻ ആണ്. അതിൽ രണ്ടാമത്തെ കാർബണിന്റെ മുകളിൽ Br ഉണ്ട്. ഇതാണ് 2-bromo pentane. അതിൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഇറ്റ് ഈസ് ബോണ്ടഡ് ടു 2 other കാർബൺ. അപ്പൊ അത് സെക്കൻഡറി ആണ്, സെക്കൻഡറി ഹാലൈഡ് ആണ്. സോ റിയാക്ടിവിറ്റി ഓർഡർ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആണ്. ഏറ്റവും റിയാക്റ്റീവ് പ്രൈമറി, 2 ആണ് ഏറ്റവും റിയാക്റ്റീവ്. ദെൻ 3 കംസ് 2, 3, 1. 2, 3, 1 ആണ് വേണ്ടത്. സോ 2, 3, 1 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റെഡി ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ മക്കളെ. ഫീനോൾ ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് NaOH. A CHO group is introduced at ortho position of the ring. This reaction is known as. മക്കളെ, ക്ലോറോഫോമും ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഫീനോള് എന്തായിട്ട് മാറും എന്നാ പറഞ്ഞേ? ഫീനോളിനെ ക്ലോറോഫോം ആൻഡ് ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ക്ലോറോഫോം ആൻഡ് ആൽക്കലി CHCl3 ആൻഡ് NaOH എന്നിട്ട് അസിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രോഡക്റ്റ് ഫോംഡ് ആരാണ്? ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് ആണ്. ഓർത്തോ പൊസിഷനിൽ CHO ഗ്രൂപ്പ് വന്നു. അയാളുടെ പേരാണ് സാലിസിൽ ആൽഡിഹൈഡ്. സാലിസിൽ ആൽഡിഹൈഡ്. ഈ റിയാക്ഷന്റെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. റിയാക്ഷന്റെ പേര് റീമർ-ടീമൻ റിയാക്ഷൻ. റീമർ-ടീമൻ റിയാക്ഷൻ. അപ്പൊ ഈ റിയാക്ഷൻ ഏതാണ്? റീമർ-ടീമൻ റിയാക്ഷൻ ആണ്. എന്നാൽ COOH ഓർത്തോ പൊസിഷനിൽ കൊണ്ടുവരുന്നത് കോബ്സ് റിയാക്ഷൻ. സാലിസിലിക് ആസിഡ് ഉണ്ടാക്കുന്ന കോബ്സ് റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസിഡ് ഇസ് ഹൈലി അസിഡിക്? ഇതിലേതാണ് ഏറ്റവും അസിഡിക്? മക്കളെ, ഇതിന് ഫ്ലൂറോ അസെറ്റിക് ആസിഡ് ഉണ്ട്, ഫോമിക് ആസിഡ് ഉണ്ട്, ഡൈക്ലോറോ അസെറ്റിക് ആസിഡ് ഉണ്ട്, ബെൻസോയിക് ആസിഡ് ഉണ്ട്, അസെറ്റിക് ആസിഡ് ഉണ്ട്. ഇതിലാണ് ഏറ്റവും സ്ട്രോങ് എന്നുള്ളതാണ്. മക്കളെ, ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ പ്രസൻസ് അസിഡിക് ക്യാരക്ടർ വർദ്ധിപ്പിക്കും. ഫ്ലൂറോ അസെറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൂറോ ഗ്രൂപ്പാണ് സെക്കൻഡ് കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതായത് സെക്കൻഡ് കാർബൺ എന്ന് പറയാൻ കാരണം അസെറ്റിക് ആസിഡ് CH3COOH ആണ്. അതിൽ ഈ കാർബണിന്റെ മുകളിൽ, അതായത് സെക്കൻഡ് കാർബണിന്റെ മുകളിൽ 1, 2 COH കഴിഞ്ഞാൽ തൊട്ടടുത്ത കാർബണിന്റെ മുകളിലാണ് ഫ്ലൂറോ ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. ഫ്ലൂറോ നല്ല ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. സോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അസിഡിക് ക്യാരക്ടർ വർദ്ധിക്കും. ഫോമിക് ആസിഡ് ആണോ അസെറ്റിക് ആസിഡ് ആണോ മോർ അസിഡിക് ചോദിച്ചാൽ ഫോമിക് ആസിഡ് ആണ് കൂടുതൽ അസിഡിക്. അതേസമയം അസെറ്റിക് ആസിഡ് ഒരു ഫ്ലൂറോ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നതോടുകൂടി അത് നല്ല വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ട് മാറി. ആൻഡ് ദാറ്റ് ബിക്കംസ് മോർ അസിഡിക്. അത് ഫോമിക് ആസിഡിനേക്കാളും അസിഡിക് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഡൈക്ലോറോ അസെറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഈ രണ്ടാമത്തെ കാർബണിന്റെ മുകളിൽ 2 ക്ലോറോ ഗ്രൂപ്പ് വന്നു. ശരിക്കും ഒരു ക്ലോറോ ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു ക്ലോറോ ഗ്രൂപ്പേ ഉള്ളൂ എങ്കിൽ ഫ്ലൂറോ അസെറ്റിക് ആസിഡ് ആണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്. പോയിന്റ് എന്താ? പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദ അസിഡിക് ക്യാരക്ടർ. ഇവിടെ ഫ്ലൂറോ അസെറ്റിക് ആസിഡ് ഒരു ഫ്ലൂറോ ഗ്രൂപ്പേ ഉള്ളൂ.
ക്ലോറോ അസറ്റിക് ആസിഡ് ഡൈക്ലോറോ അസറ്റിക് ആസിഡ് 2 ക്ലോറോ ഗ്രൂപ്പ് വന്നു. അപ്പോ എണ്ണം വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതലുള്ളത് ഡൈക്ലോറോ അസറ്റിക് ആസിഡിലാണ്. സോ ഈ തന്നതില് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ ക്യാരി ചെയ്യുന്ന ഈ 2 ആസിഡുകൾക്ക് അതാണ് കൂടുതൽ അസിഡിക് ആവേണ്ടത്. അതിൽ ഏറ്റവും അസിഡിക് ഡൈക്ലോറോ അസറ്റിക് ആസിഡ് ആണ്. ശരിക്കും വിഡ്രോയിങ് പവർ കൂടുതൽ ഫ്ലൂറോക്കാണ്. ഒരു ഫ്ലൂറോയും ഒരു ക്ലോറോ ആണെങ്കിൽ ഫ്ലൂറോ ആണ് കൂടുതൽ എഫക്ട്. ഫ്ലൂറോ അസറ്റിക് ആസിഡ് ആണ് സ്ട്രോങ്ങർ ആസിഡ് ആവേണ്ടത്. പക്ഷെ 2 ക്ലോറോ വന്നതോടുകൂടി ഡൈക്ലോറോ അസറ്റിക് ആസിഡ് ആണ് അതിൽ ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള ആസിഡ്. ഓക്കെ, കൂടുതൽ എണ്ണം വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വന്നാൽ മോർ അസിഡിക് ക്യാരക്ടർ ഉണ്ടാവും. റെഡിയാണ്. ഇനി ബെൻസോയിക് ആസിഡും അസറ്റിക് ആസിഡും നോക്കിയാല് ബെൻസോയിക് ആസിഡും അസറ്റിക് ആസിഡും ഫോമിക് ആസിഡും നോക്കിയാൽ ഫോമിക് ആസിഡ് ആണ് അതിൽ ഏറ്റവും അസിഡിക്. പിന്നെ ബെൻസോയിക് ആസിഡ് ആണ്, അതിലും വീക്ക് ആണ് ആര്? അസറ്റിക് ആസിഡ്. പക്ഷെ അവരെക്കാളൊക്കെ സ്ട്രോങ് ആണ് എയും സിയും, കാരണം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉണ്ട്. അതിൽ 2 ക്ലോറോ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് ഓപ്ഷൻ സി ആൻസർ ആവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ് ഇൻ അക്വസ് സൊല്യൂഷൻ. മക്കളെ ഈ തന്നത് മീഥൈലമീൻസ് ആണ്. മീഥൈലമീൻ, ഡൈമീഥൈലമീൻ, ട്രൈമീഥൈലമീൻ ആൻഡ് അമോണിയ. മീഥൈലമീന്റെ ബേസിക് ക്യാരക്ടർ ഒരു കോഡ് നിങ്ങൾ പഠിച്ചു വെച്ചോ, 213N. 213N ഏതാ മീൻസിലാ? മീഥൈലമീൻസ്. മീഥൈലമീൻ അല്ലാത്ത ഈഥൈലമീനും പ്രൊപ്പൈലമീനും ഒക്കെ ആണെങ്കിൽ കോഡ് 231N ആണ്. N ഫോർ അമോണിയ. 213 എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഗ്രേറ്റർ ദൻ, പ്രൈമറി ഗ്രേറ്റർ ദൻ, ടെറിഷറി ഗ്രേറ്റർ ദൻ അമോണിയ. ഈഥൈലമീൻ ആണെങ്കിൽ സെക്കൻഡറി ഗ്രേറ്റർ ദൻ, ടെറിഷറി ഗ്രേറ്റർ ദൻ, പ്രൈമറി ഗ്രേറ്റർ ദൻ അമോണിയ. ഈഥൈലമീനും മറ്റു പ്രൊപ്പൈലമീനും ഒക്കെ എടുത്താൽ ദിസ് ഇസ് ദ ഓർഡർ. ഫോർ മീഥൈലമീൻ ഇതാണ് ഓർഡർ, 213N, സെക്കൻഡറി ഗ്രേറ്റർ ദൻ, പ്രൈമറി ഗ്രേറ്റർ ദൻ, ടെറിഷറി ഗ്രേറ്റർ ദൻ അമോണിയ. അപ്പോ സെക്കൻഡറി മീഥൈലമീൻ, ഡൈമീഥൈലമീൻ, then primary methylamine, then tertiary methylamine, then ammonia. So 213N. 213N option B is the right answer. Okay.